സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്, കണ്ണുനീരെല്ലാം യേശു മാറ്റിയിടുമേ. കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്, കണ്ണുനീരെല്ലാം യേശു മാറ്റിയിടുമേ. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും, പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട്. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും, പ്രാർത്ഥന കേൾക്കുന്ന യേശുവുണ്ട്. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം നമ്മളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. അവിടുത്തെ പ്രാകാരങ്ങൾ പാർക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ച് ആ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ്സ് പ്രൊവിഡൻസ്, ദൈവ പരിപാലനം. നമ്മെ ദൈവം പരിപാലിക്കുന്ന വിധങ്ങൾ പല ഉപമകൾ കൂടിയും ദൃഷ്ടാന്തങ്ങൾ കൂടിയും ദൈവത്തിൻ്റെ വചനം സാക്ഷിക്കുന്നു. അതൊരു ഇടയൻ കുഞ്ഞാടുകളെ കരുതുന്നത് പോലെയാണെന്നും, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെയാണെന്നും, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ, തട്ടാൻ വെള്ളി ഊതിക്കഴിച്ച് കീടം നീക്കി നിർമ്മലമാക്കുന്നത് പോലെയാണെന്നും, കുഴിയിൽ നിന്ന് ചെളിയെ കരങ്ങളിൽ കോരിയെടുത്ത് മനോഹരമായ പാത്രമാക്കുന്ന കുശവനെപ്പോലെയാണെന്നും, മണവാട്ടിയെ ചിറകിൽ വഹിച്ചുകൊണ്ടു പോകുന്ന മണവാളനെ പോലെയാണെന്നും മറ്റും തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവിക പരിപാലനം എത്ര ആഴമേറിയതാണ്. പലരും അത് അനുഭവിക്കാതെ നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നു. ദൈവിക സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ എത്ര നന്ദിയും സ്തുതിയും അർപ്പിച്ചാലും അത് മതിവരികയില്ലല്ലോ. അതുകൊണ്ടാണ് ദാവീദ് പാടിയത്, ഞാൻ എല്ലാ കാലത്തും കർത്താവിനെ പാടി സ്തുതിക്കും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദൈവസ്നേഹത്തിന്റെ നീളമോ വീതിയോ ആഴമോ ആർക്കും അറിയാൻ സാധ്യമല്ല. അത് അളന്ന് തിട്ടപ്പെടുത്താനും അസാധ്യമാണ്. അത് ഒരപ്പന്റെ സ്നേഹമാണ്. നാം വെറും പൊടിയാണെന്ന് അറിഞ്ഞിട്ടും പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു. നമ്മുടെ അന്തസ്സ് എന്താണ്? നാം വെറും പൊടിയാണ്. പൊടിയിൽ നിന്നെടുത്ത് നമ്മൾ പൊടിയിലേക്ക് തിരിയും. വി ആർ ഓൺലി എ ഡസ്റ്റ്. മറന്നുപോകുന്ന കാര്യം. പൊടിയാണെന്ന് ഇടക്കിടക്കൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ അഹങ്കാരത്തിന്റെ കൊമ്പും വാലും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മുറിഞ്ഞു താഴെ പോകും. സങ്കീർത്തനങ്ങൾ 103:13-14 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: As a father shows compassion to his children,
So the Lord shows compassion to those who fear him. And 14th verse, for he knows our frame. He remembers that we are dust. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കർത്താവിന് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവിടുന്ന് ഓർക്കുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് സിദ്ധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നാം ദൈവമക്കളാകുന്നത്? എങ്ങനെയാണ് നാം ദൈവമക്കൾ ആകുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. വചനത്തിലൂടെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 verse 12, but to all who did receive him, who believed in his name, he gave the right to become children of God. കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുന്നവർക്കുള്ള ഭാഗ്യമാണ്. അങ്ങനെ രക്ഷ പ്രാപിച്ച മക്കൾക്ക് കിട്ടുന്ന ഒരു അധികാരമാണ്, അവകാശമാണ് ദൈവമക്കളെന്നുള്ള അവകാശം. സ്തോത്രം. ഇതാരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് അധ്വാനിച്ചിട്ട് തന്നതൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചൊന്ന് കരുതി സഹോദര സഹോദരി നീ ക്രിസ്ത്യാനിയാകില്ല. നമ്മൾ ക്രിസ്ത്യാനികളാകണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. കർത്താവ് നമ്മളെ അംഗീകരിക്കണം. യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് എപ്പോഴാവുന്ന? ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുയേശുവിൽ അവിടെ നമ്മളെ തിരഞ്ഞെടുത്തു. സോ നമ്മളുടെ മേൽ അധികാരവും അവകാശവും നമ്മൾ ഓരോരുത്തരായിരിക്കുന്ന ഏതെങ്കിലും ഒരു സമൂഹത്തിലെ തലവനല്ല, ഒരു ആത്മീയ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിക്കല്ല. നമ്മളുടെ മേൽ അധികാരം അവകാശം കർത്താവായ യേശുക്രിസ്തുവിനാണ്. ഹല്ലേലൂയ. ഭാര്യയുടെ മേൽ അധികാരം ഭർത്താവിനാണ്, ഭർത്താവിന്റെ മേൽ അധികാരം ഭാര്യയ്ക്കാണ്. എന്നാൽ രണ്ടുപേരുടെയും ആത്മാവിന്റെ മേൽ അധികാരം കർത്താവ് യേശുക്രിസ്തുവിനാണ്. അതൊരിക്കലും മറന്നുപോകരുത്. ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാറുണ്ട്. നീ എങ്ങാനും സ്നാനപ്പെട്ടാൽ നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും, നിങ്ങളെങ്ങാനും സ്നാനപ്പെട്ടാൽ ഞാൻ നിങ്ങളെ ഡൈവോഴ്സ് ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിനെ ഏറ്റുപറയേണ്ടത് ഓരോരുത്തരുടെ വ്യക്തിപരമായ അവകാശമാണ്, അധികാരമാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ കുടുംബത്തിലെ തലമുറകളായിട്ട് അല്ലല്ലോ ജീവിക്കേണ്ടത്. സ്വർഗത്തിന്റെ തലമുറകളാണ്, സ്വർഗത്തിന്റെ അവകാശികളാണ്. അത് ഇവിടെ വെച്ച് തന്നെ ആ അവകാശം ഉറപ്പാക്കണം. മൂക്കി പഞ്ഞു വെക്കുന്നതിന് മുമ്പ് ഈ അവകാശം ഉറപ്പാക്കണം. ദൈവമകനോ മകളോ ആകാൻ 2 നിബന്ധനകൾ ഉണ്ട്. 1, യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളുക. 2, യേശുവിൽ പരിപൂർണമായും വിശ്വസിക്കുക. സ്തോത്രം. അപ്പൊ ഇത് വ്യക്തിപരമായ കാര്യമല്ലേ? ആരെങ്കിലും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമാണോ? നിർബന്ധമായിട്ട് ചെയ്യിക്കേണ്ട ഒരു കാര്യമാണോ? അല്ല. യേശു ആരാണെന്ന് അറിയണം. യേശുവിനെ പറ്റിയുള്ള അറിവല്ല. അത് ഈ ദിവസങ്ങളിൽ ഇപ്പൊ യേശുവിനെ പറ്റിയുള്ള അറിവൊക്കെ പറയാം. യേശുവിനെ പറ്റിയുള്ള അറിവല്ല, യേശുവിനെ അറിയുന്നതാണ് ആ അവകാശത്തിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് കൈപിടിച്ച് ഉയർത്തുന്നത്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മക്കളാകുന്നു. അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ അടിമകളാണ്, പിശാചിന്റെ മക്കളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് 1 John chapter 3 verse 7 and 8. Little children, let no one deceive you. Whoever practices righteousness is righteous as he is righteous. 8ാമത്തെ വാക്യം, whoever makes a practice of sinning is of the devil, for the devil has been sinning from the beginning. The reason the Son of God appeared was to destroy the works of the devil. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. യേശു നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവനല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അടിവരയിട്ട് മനസ്സിലാക്കണം, കർത്താവ് യേശുക്രിസ്തു ജനിച്ചത് എന്തിനാണെന്ന്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ കർത്താവ് ജനിച്ചത്. എന്നാൽ ആ കർത്താവ് ജനിച്ചു എന്നും പറഞ്ഞ പിശാചിന്റെ പ്രവൃത്തിക്ക് കൊണ്ട് തലവെച്ചു കൊടുക്കുന്ന ക്രിസ്ത്യാനി, ആദ്യത്തെ ശിക്ഷ നിന്റെ തലയിലായിരിക്കും. ഡിസംബർ 25-ാം തീയതിയാണ് ഈ ലോകത്തിൽ തന്നെ, ഈവൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ചെലവാകുന്നത് കർത്താവ് ജനിച്ചു എന്നും പറഞ്ഞ് ക്രിസ്ത്യാനി വെള്ളമടിക്കുമ്പോഴാണ്. കോടിക്കണക്കിന് രൂപയുടെ മദ്യമല്ലേ വലിച്ചകത്താക്കുന്നത്. ഇപ്പം 50 നോയമ്പിന്റെ സീസണിലാണ് അല്ലേ? ലോകത്തുള്ള ക്രിസ്ത്യാനികൾ ഇപ്പോൾ വെള്ളമടിക്കത്തില്ല. എല്ലാവരും പച്ചക്കറി തിന്ന് പിടിച്ചു നിൽക്കും.
50-ാമത്തെ ദിവസം ഉയർപ്പിന്റെ ദിവസമാണ്. അന്നെന്താ സംഭവിക്കാൻ പോണെന്നറിയാവോ? 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും ദൈവം നമ്മെ കാക്കുന്നു. ജീവിതത്തിൽ തീയിന്റെ അനുഭവത്തിലൂടെ കടത്തിവിട്ട് നമ്മെ അവിടുന്ന് ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. സദൃശവാക്യം 25:4. വെള്ളിയിൽ നിന്ന് കീട നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. Proverbs chapter 25:4. Take away the dross from the silver and there comes a vessel for the finer. ആരാണ് തട്ടാൻ? കർത്താവ് യേശുക്രിസ്തു. ഉരുപ്പടി നമ്മൾ ഓരോരുത്തരുമാണ്. ആ കെട്ടിക്കിടക്കുന്ന കീടമെടുത്ത് കളഞ്ഞില്ല എങ്കിൽ പിശാചിന് നല്ലൊരു ഉരുപ്പടി കിട്ടും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് അത് ഏറ്റെടുത്തനുസരിക്കാൻ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കണം. പണിയാനുള്ള ഉരുപ്പടി തീയിലിട്ടിട്ട് തട്ടാൻ എവിടേക്കും പോകില്ല. തട്ടാൻ അടുത്തിരിക്കും. നമ്മെ തീ പോലെയുള്ള ദുസ്സഹമായ അനുഭവങ്ങളിൽ തനിച്ച് വിട്ടേച്ച് പോകുന്നവനല്ല നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. തട്ടാന്റെ കയ്യിൽ ഒരു കുഴലുണ്ട്. എന്തിനാണ് ആ കുഴൽ? തീയിലിട്ടിരിക്കുന്നത് വില കൂടിയ സാധനമാണ്. ഇടയ്ക്ക് ഊതുവാനാണ്. ഊതിയില്ല എങ്കിൽ ചാരം കയറും. ജീവിതവും ഇങ്ങനെയാണ്. വചനത്തിൽ നിന്നില്ലെങ്കിൽ പാപം കയറും. പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, എത്ര നാൾ ഈ തീയിൽ ഇങ്ങനെ കിടക്കണം? തട്ടാന്റെ മുഖം തീയിൽ തെളിയുന്നത് വരെയാണ് വെള്ളിത്തീയിൽ ഇടേണ്ടത്. ജീവിതത്തിൽ ദൈവമുഖം തെളിയുന്നത് വരെ കഷ്ടങ്ങളാകുന്ന തീയിലൂടെ ശോധന തുടരും. ദൈവമുഖം ദർശിച്ചാൽ പിന്നെ തീയിനുള്ളിൽ ഇടുകയില്ല, അടുത്തുള്ള വെള്ളത്തിലിടും. നല്ല ഉരുപ്പടി ലഭിക്കും. അവിടെ നിന്ന് ജീവന്റെ അരൂപികൾ പുറപ്പെടും എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഈ ചിന്തകളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവിക പരിപാലനം വ്യക്തിപരമായും കുടുംബപരമായും രുചിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപരിപാലന അത് അനുഭവിച്ചുകൊണ്ട് ദൈവപരിപാലനയുടെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ തന്നെ ലോകത്തിന് വലിയ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമേ, വരുന്ന ഇലക്ഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ഒരു ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഓരോ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ തോട്ടങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. നന്ദി പറയുന്നപ്പാ. അവിടുന്ന് തന്നിരിക്കുന്ന ബിസിനസ്സിനായി സ്തോത്രം. ബിസിനസ് ചെയ്യുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അതിൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. സകല ഭാരവും മാറിപ്പോട്ടെ, പ്രയാസങ്ങൾ മാറിപ്പോട്ടെ, ടെൻഷൻ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടുന്ന് ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം, ഹല്ലേലൂയ, സന്തോഷത്തോടെ അവിടുത്തെ സാന്നിധ്യത്തിൽ ബിസിനസ് ചെയ്യുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഒരിക്കലും കർത്താവേ, നിന്റെ മക്കളുടെ ബിസിനസിന്റെ മേൽ ദുഷ്ടൻ കണ്ണുവയ്ക്കാതെ കൂരമ്പ് അയക്കാതെ അവിടുന്ന് കവർ ചെയ്ത് മക്കളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു. അപ്പാ, അവിടുത്തെ കരം കൂടെയിരിക്കണമേ കർത്താവേ. ദൈവിക പരിപാലനകൾ ഓരോ നിമിഷവും രുചിച്ചറിയുന്ന മക്കളായി കർത്താവെ, സകല മഹത്വവും മാനം നിനക്ക് നൽകിക്കൊണ്ട് ജീവിക്കുവാൻ ആകാശവും ഭൂമിയും നിർമ്മിച്ച ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ഓരോ നിമിഷവും രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറട്ടെ. യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് നടക്കുന്ന മക്കളായി മാറട്ടെ. നിന്റെ മക്കൾ എഴുതുന്ന പരീക്ഷ അനുഗ്രഹിക്കണമേ കർത്താവേ. അവർ പഠിക്കുന്നത് ഗ്രഹിച്ച് നന്നായിട്ട് എഴുതുവാൻ മക്കളെ സഹായിക്കണം. അവരുടെ കരങ്ങളെ ബലപ്പെടുത്തണം. സകല ഭയവും പ്രയാസങ്ങളും മാറിപ്പോട്ടെ. നല്ല ആരോഗ്യം മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഓ ഹല്ലേലൂയ. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യം കൂടെയിരിക്കണമേ. ദുഷ്ടശക്തികളിൽ നിന്ന് മക്കളെ പിടിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ
ഹല്ലേലൂയ. രോഗികളായിട്ടുള്ള രോഗത്തിന്റെ അവസ്ഥയിലുള്ള മക്കൾക്ക് പൂർണ്ണ സൗഖ്യം വിടുതലും കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഭാരങ്ങളാൽ ഞാൻ തളർന്നാലും ഭാരം ചുമന്നവൻ യേശുവുണ്ട്. ഭാരങ്ങളാൽ ഞാൻ തളർന്നാലും ഭാരം ചുമന്നവൻ യേശുവുണ്ട്. എൻ പാപഭാരം ക്രൂശിൽ താൻ വഹിച്ച് അടിപ്പിണരാലവൻ സൗഖ്യം തരും. എൻ പാപഭാരം ക്രൂശിൽ താൻ വഹിച്ച് അടിപ്പിണരാലവൻ സൗഖ്യം തരും. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ.